പ്രതീക്ഷകളില്ലാത്ത പ്ലേ ഓഫാണ്. എതിരാളികൾ വമ്പരായ ഒഡീഷയാണ്. ലൊബേറയും പിള്ളേരും അടിക്ക് തിരിച്ചടി നൽകുന്നവരുമാണ്. എല്ലാം അറിയുന്നുണ്ട്. 3 പ്ലേ ഓഫുകൾ തുടരെ കളിക്കുന്ന ഇവാനും സംഘത്തിനും കഴിഞ്ഞുപോയ പ്രതാപം വീണ്ടെടുക്കാൻ പ്രയാസമല്ലേ? അതെ, പ്രയാസം തന്നെ. പക്ഷേ എന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അവസാന വാക്കുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് ആ വാക്ക് ഒരുവൻ്റെ നാമമാണ്. കഴിഞ്ഞുപോയ പ്രതാപത്തെ വീണ്ടെടുക്കാനും ടീമിൻ്റെ വിധി നിർണയങ്ങളെ മാറ്റിമറിക്കാനും ഞങ്ങളവനെ കാത്തിരിക്കുന്നു. ക്യാപ്റ്റൻ ആൻഡ് ലീഡർ, ദ ലിറ്റിൽ മജിഷ്യൻ അഡ്രിയാൻ നിക്കോളാസ് ലൂണ. ഫുട്ബോൾ കോർട്ടിൻ്റെ മറ്റൊരു പ്രീ മാച്ചിങ് ടോക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അഡ്രിയാൻ ലൂണ ആൻഡ് ദിമിത്രിയോസ് ദേമന്തക്കോസ് ഈ 2 പേരുടെയും അപ്ഡേഷൻ തന്നെയാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇവാൻ വുക്കോമനോവിച്ച് പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായ കാര്യങ്ങളാണ്. അതായത് ലൂണക്ക് 90 മിനിറ്റുകളോളം മൈതാനത്ത് കളിക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദിമിത്രിയോസ് ദേമന്തക്കോസിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാനായിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 താരങ്ങളും ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടീമിൻ്റെ കൂടെയുണ്ട്. പക്ഷേ മുഴുവനായിട്ടും ആശാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടീവും കാര്യങ്ങളും കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇനി തെറി വിളിക്കുന്നതിന് മുമ്പാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു ടീമിനും പുറത്തേക്ക് നേരെ കടക്കാൻ പറ്റുന്നൊരു മത്സരമാണ്. ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം ഡേഞ്ചറായിട്ടുള്ളൊരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വരുമ്പോൾ. റോയ് കൃഷ്ണ കൂടാതെ തന്നെ മൗറീഷ്യോ, ഈ 2 താരങ്ങളുണ്ട്. അതായത് റോയ് കൃഷ്ണ സ്കോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മൗറീഷ്യോ സ്കോർ ചെയ്യാണ്ട്, മൗറീഷ്യോ സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ റോയ് കൃഷ്ണയുണ്ട്. അതായത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കേണ്ട ആവശ്യം ഒഡീഷ FC എന്ന് പറയുന്ന ഈ ടീമിനില്ല. അതുപോലെ തന്നെയാണ് അവരുടെ ഇന്ത്യൻ താരങ്ങളും, ഐസക് റാൾട്ടനെ പോലെയുള്ള താരങ്ങൾ. ഇനി മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ അഹമ്മദ് ജാവു എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡർ ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ മൊർത്തദ ഫോളിനെ പോലെയുള്ള ഹൈറ്റ് കൂടിയിട്ടുള്ള അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഓരോരോ ഡിഫെൻസീവ് താരങ്ങളും. ഈ 4 താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൊബേറ എന്ന് പറയുന്ന ആ ഒരു കോച്ചിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള താരങ്ങളാണ് എന്ന് വേണം പറയാൻ. പിന്നെ ലൊബേറയുടെ ടാക്ടിക്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പേടിക്കണം. കാരണം ചിലപ്പോൾ ഒരു ഗോളിനൊക്കെ മുന്നിട്ട് നിൽക്കുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരുന്നത്, അടിച്ച് തിരിച്ച് അണ്ണാക്ക് തരുന്നത്. നമ്മൾ ഫസ്റ്റ് ലെഗിൽ ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷമാണ് വിജയിച്ചിട്ടുള്ളത് ഫസ്റ്റ് ലെഗിലല്ല, ലീഗിലെ ഫസ്റ്റ് മത്സരത്തിൽ. അതിൽ അഡ്രിയാൻ ലൂണയായിരുന്നു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഒരു ഗോളും അങ്ങനെ ഒരു വിജയവും പ്രതീക്ഷിച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മൊത്തം കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒഡീഷയ്ക്ക് നല്ല രീതിയിൽ ഉണ്ടാകും. ഇത് കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 95% വിജയം ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ ഫാൻസിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറയേണ്ടി വരും. ഇനി അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന താരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒരു ഹോപ്പ് മാത്രം മതി, അതായത് ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം താരത്തിൻ്റെ സ്ഥിതി വിവരണങ്ങളൊക്കെ കോച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താരത്തിന് ഫുൾ ടൈം കളിക്കാനായിട്ട് സാധിക്കില്ല, കുറഞ്ഞ ടൈം മാത്രമാണ് മൈതാനത്ത് ഉണ്ടാവുക എന്നുള്ളത്. പലരും ഈ ഒരു പ്ലേ ഓഫിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ആരാധകർ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇനി ഈ കൊല്ലത്തെ കപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത കൊല്ലം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ നമുക്കിന്നും ഹോപ്പ് മാത്രമേ ഉള്ളൂ, ഹൈപ്പില്ല. ഇന്ന് നാളെ കളിക്കിറങ്ങുമ്പോഴും അതുപോലെ തന്നെയാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൂണ, ദിമിത്രിയോസ് ആൻഡ് ഫെഡോർ, ഈ ഒരു കോംബോ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള മറുപടിയാണ് പറയാനുള്ളത്. ഫെഡോർ എന്തായാലും കളിക്കളത്തിലുണ്ടാവും. ലൂണൻ്റെ ഒരു 50% മാത്രം ഉറപ്പാണ്. ദിമിയുടെ കാര്യം ഇപ്പോഴും പൂർണ്ണമായിട്ടും ആരും പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവാൻ വുക്കോമനോവിച്ചിന് നല്ല രീതിയിലൊരു തിരിച്ചടി പ്ലേ ഓഫിൽ നേരിടേണ്ടി വരുന്നുണ്ട്. സോ ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ സ്കോഡിലേക്കൊന്ന് പോകാം. എൻ്റെ പ്രഡിക്ഷൻ സ്കോഡാണ്. നിങ്ങളെ പ്രഡിക്ഷൻ സ്കോറും ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഗോൾ കീപ്പറായിട്ട് കൊടുത്തിട്ടുള്ളത് ലാറ ശർമ്മയാണ്. ഡിഫൻസിലേക്ക് വരുമ്പോൾ ഹോർമി പാം, അതുപോലെ തന്നെ ലെസ്കോവിച്ച്, സന്ദീപ് സിംഗ്, മിലോസ് റിൻസിച്ച്, ഈ 4 താരങ്ങളെ കൊടുത്തിട്ടുണ്ട്. മധ്യത്തിലേക്ക് വരുമ്പോൾ വിപിൻ മോഹനൻ, ജിക്സൺ സിംഗ്, അതുപോലെ സൗരവ് മോണ്ടലിനാണ് കൊടുത്തിട്ടുള്ളത്. രാഹുലിനേക്കാൾ എത്രയോ ബെറ്റർ എന്ന് പറയുന്നത് സൗരവാണ് ഈ സീസണിലെന്ന് പല ആരാധകർക്കും അറിയാം. അതുതന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി മറ്റൊരു വിങ്ങറായിട്ട് ഞാൻ
കൊടുത്തിട്ടുള്ളത് ലൂണയാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഫുൾ ടൈം കളിക്കണമെന്നില്ല, ബട്ട് ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങും. എൻ്റെ ഒരു ആഗ്രഹം ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങണം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ക്വാഡിൽ ലൂണയെ കൊടുത്തിട്ടുള്ളത്. ഇനി മുമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കളിക്കാനായിട്ട് പോകുന്നത് ഫെഡോറും ഇഷാൻ പണ്ഡിതും ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്ക്വാഡാണ് എൻ്റെ ഒരു സ്ക്വാഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ക്വാഡ് എന്താണെന്ന് അടിയിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് എടുത്താൽ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറ്റൊരു വീഡിയോ കണ്ടുണ്ടാകും. ബൈ.